മക്കളെ ഇനി ചെയ്യാൻ പോകുന്നത് ചിത്രം വരാൻ കേട്ടോ. ചതുരത്തിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുരം, സമചതുരം വരയ്ക്കാൻ ഒരു റെക്ടാംഗിൾ തന്നിട്ട് അതിന് ഈക്വൽ ഏരിയ ഉള്ള മറ്റൊരു സ്ക്വയർ വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റെക്ടാംഗിൾ തരിക എന്ന് പറയുമ്പോൾ ഒരു ചതുരത്തിന്റെ നീളം 5 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററോ 3 സെന്റിമീറ്റർ തന്നുണ്ടാവും. ഇതിന്റെ ഏരിയ എന്ന സംഗതി 5 × 4 20 ആണ് ഇതിന്റെ ഏരിയ. ചിലപ്പോൾ ചോദ്യം അങ്ങനെയും ചോദിക്കട്ടോ. 20 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു ചതുരത്തിന് തുല്യ പരപ്പുള്ള സമചതുരം വരക്കാന്ന് ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് 5 × 4 20 അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചതുരം വരക്കുക എന്നുള്ളതാണ്. ചതുരം വരച്ചതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ ലെങ്ത് നേരെ പിടിച്ച് തള്ളിയിട്ടാണ്. എന്നാൽ ഈ ചതുരത്തിന്റെ നീളവും വീതിയും ഒരൊറ്റ വരയിൽ കണ്ട് കൊണ്ടുവരാണ് ചെയ്യുന്നത്. നമ്മൾ PA×PB ഒക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? അത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതിന്റെ കറക്റ്റ് സെന്റർ കാണാൻ പോകുന്നത്. ശരിക്കും ടോട്ടൽ നീളം 5 4 കൂട്ടിയാണ് 9 നീളം ഉണ്ടാവും. 9 4 കറക്റ്റ് ഉണ്ടാവും. പക്ഷെ കോമ്പസിന്റെ സഹായത്തോടു കൂടി ഇതിന്റെ ചാപങ്ങളൊക്കെ വരച്ച് ആർക്ക് വരച്ചിട്ട് ഇതിന്റെ നേരെ അർദ്ധവൃത്തം കണ്ട് വരച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എക്സ്റ്റൻഷൻ സാധനം ഉണ്ടാവും. നമുക്ക് കിട്ടാൻ പോകേണ്ട സമചതുരത്തിന്റെ ഒരു സൈഡിന്റെ നീളമാണ്. ഈ നീളം ഇങ്ങോട്ടും വേണം, ഈ നീളം ഇങ്ങോട്ടും വേണം, ഈ നീളം ഇങ്ങോട്ടും വേണം. എന്നാലാണ് ഈ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം കിട്ടുക. അപ്പൊ കോമ്പസിൽ എടുത്തിട്ട് ഈ നീളം കണ്ടുപിടിക്കാൻ പറ്റും ആദ്യം. അപ്പൊ ഇങ്ങോട്ട് കിട്ടും. പിന്നെ കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഇതിന് കളർ കൊടുക്കണ്ടെങ്കിൽ ഇത് കളർ കൊടുക്കാൻ ക്രയോൺസിന് ഏതെങ്കിലും ലോക്കൽ ചെറിയ മഞ്ഞ കളർ ഏതെങ്കിലും എടുത്താൽ കഴിഞ്ഞാൽ നല്ല സുഖം. പെട്ടെന്ന് കളർ കൊടുക്കാനും കഴിയും. പെൻസിലോട് കൊണ്ട് സമയം കളയും വേണ്ട. ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഒരു റെക്ടാംഗിൾ ഈക്വൽ ഏരിയയുള്ള സ്ക്വയർ വരക്കുക എന്നുള്ള വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ്. മനസ്സിലാക്കുന്ന കാര്യം. മറ്റൊരു കാര്യം, 4 5 നീളം വീതി തരുന്നതിന് പകരം ചിലപ്പോൾ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു പരപ്പളവുള്ള ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമരം വരക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് 12നെ 4 × 3 എഴുതാലോ. അപ്പൊ 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും ചതുരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കികൾ വരക്കൂലേ? വരച്ച് പഠിക്കുക. എന്നിട്ട് 4 മാർക്കാണ് സ്കോർ ചെയ്യും. ഓക്കെ.